അയ്യ വണക്കം. പിണറായി വിജയൻ സഖാവേ വിളി കേട്ടില്ല, സഖാവ് വിളി കേട്ടില്ല. എൻ്റെ ബാലൻ സഖാവേ പിണറായി വിജയൻ സഖാവ് വിളി കേട്ടില്ല എന്നാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും AK ബാലൻ സഖാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പിണറായി വിജയൻ സഖാവ് ഇന്തോനേഷ്യയിൽ എന്നൊക്കെ പറഞ്ഞ് അടിച്ച് പൊളിച്ച് നല്ല ഫുഡൊക്കെ അടിച്ച് നടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. സഖാവ് എവിടെയാണെന്ന് ഗൂഗിൾ മാപ്പിന് പോലും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കേരളത്തിൽ മുഴുവൻ പ്രശ്നങ്ങളാണ്. ഇവിടെയുള്ള പ്രശ്നങ്ങളൊന്നും പോരാഞ്ഞിട്ടാണോ സഖാവ് ഇന്തോനേഷ്യയിലേക്ക് കുറ്റിയും പറിച്ചു പോയെന്ന് നാട്ടുകാർ ചോദിക്കുന്നുണ്ട്. ഇന്തോനേഷ്യയിലേക്ക് കാലെടുത്ത് വെച്ചില്ല, അതിന് മുമ്പേ അവിടെ പർവ്വതം പുകഞ്ഞു ആണാ ഭൂചലനം ആണാ സുനാമിയാണ് എന്തൊക്കെയോ അവിടെ നടന്നിട്ടുണ്ട് എന്ന് ട്രോളന്മാരും സമൂഹ മാധ്യമത്തിൽ വളരെ ഭീകരമായിട്ട് പറഞ്ഞിരുന്നുണ്ട്. ഇതെല്ലാം കണ്ട് കുരുപൊട്ടിയിട്ടാണോ എന്ന് അറിഞ്ഞൂടാ നമ്മുടെ AK ബാലൻ സഖാവ് ഇപ്പം മുട്ടക്കാട്ടം പ്രസ്താവനകളുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. AK ബാലൻ സഖാവ് പ്രധാനമായിട്ടും പറയുന്നത് ബഹിരാകാശത്തോട്ട് ഒന്നല്ലല്ലോ പിണറായി സഖാവ് പോയത്, ബഹിരാകാശത്ത് നിന്ന് ഇപ്പം ഇറങ്ങി വന്നതല്ലേ ഉള്ളൂ എന്നായിരിക്കും നമ്മുടെ AK ബാലൻ സഖാവ് ഉദ്ദേശിച്ചത്. ബഹിരാകാശത്തോട്ടൊന്നും അല്ല പോയത്, ഇവിടെ നിന്ന് 60 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ഇന്തോനേഷ്യയിലോട്ടല്ലേ സഖാവ് പോയത്. ഇവിടെ നിന്ന് ഒരു വിളി വിളിച്ചാൽ സഖാവിന് അവിടെ കേൾക്കാനായിട്ട് പറ്റും. അതാണ് നമ്മുടെ പിണറായി വിജയൻ സഖാവ് എന്നാണ് AK ബാലൻ സഖാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. വളരെ കൃത്യമായിട്ട് ലോജിക്കൽ എക്സ്പ്ലനേഷൻ തോറ്റുപോകുന്ന രീതിയിലുള്ള എക്സ്പ്ലനേഷനാണ് AK ബാലൻ സഖാവ് പിണറായി വിജയൻ സഖാവിൻ്റെ വിനോദയാത്രയ്ക്കെതിരെ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം. യഥാർത്ഥത്തിൽ AK ബാലൻ സഖാവ് പിണറായി സഖാവിനെ സഹായിക്കാനാണോ നോക്കുന്നത്, അതേ തട്ടി തോളി കയറ്റി ചന്ദ്രനിലോട്ട് പറഞ്ഞു വിടാനാണോ നോക്കുന്നത് എന്ന് ആർക്കും സംശയം തോന്നുന്നു. കാരണം ശത്രുക്കളോട് പോലും ഇങ്ങനെ ചെയ്യരുത്. AK ബാലൻ സഖാവ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ തെക്കേ മുനമ്പായ കന്യാകുമാരിയേക്കാൾ 3 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡിനാണ് ക്യാമ്പൽ ബേ എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തിൻ്റെ മറ്റൊരു മുനമ്പ്. ഈ മുനമ്പിൻ്റെ തെക്കേ മുനമ്പായ പിഗ്മാനിയൻ മുനമ്പിൽ നിന്ന് 60 കിലോമീറ്റർ മാത്രം അകലമേ ഉള്ളൂ. എങ്ങോട്ടേക്ക്? ഇന്തോനേഷ്യയിലേക്ക്. ഈ ഇന്തോനേഷ്യയിലാണ് നമ്മുടെ സഖാവ് ഇരിക്കുന്നത്. അതായത് ഇവിടെ നിന്ന് തെക്ക്, ഇവിടെ നിന്ന് അങ്ങനെ വടക്കുന്ന് നേരെ പോയി കഴിഞ്ഞാൽ 60 കിലോമീറ്റർ. ഇവിടെ നിന്ന് നമുക്കിത് ബോട്ടിൽ പോകാമെന്നുള്ള ദൂരമേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് നമ്മുടെ AK ബാലൻ സഖാവ് പിണറായി വിജയൻ സഖാവിൻ്റെ വിനോദയാത്രയെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ശത്രുക്കൾക്ക് പോലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനൊരു ഗതി വരുത്തല്ലേ എന്ന് പറഞ്ഞതുപോലെ EP ജയരാജൻ സഖാവും പിണറായി വിജയൻ സഖാവിൻ്റെ വിനോദയാത്രക്കെതിരെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. ആരാണ് അജ്ഞാതൻ? അതായത് പിണറായി വിജയൻ സഖാവ് ഇതുവരെ 19 വിദേശ ടൂറുകളാണ് നടത്തിയിട്ടുള്ളത്. ഇതുകൊണ്ട് കേരളത്തിന് പ്രത്യേകിച്ച് ഗുണം ഉണ്ടായില്ലെങ്കിലും പിണറായി വിജയൻ സഖാവിന് പല ഗുണങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്നാണ് നാട്ടുകാരും ട്രോളന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ 19 വിദേശ ടൂറുകൾ നടത്തിയത് 15 എണ്ണം ഔദ്യോഗികമായിരുന്നു, 3 എണ്ണം ചികിത്സിക്കാൻ പോയതാണ്. ഇപ്പം ഇത് അവർ അജ്ഞാതയാത്ര. ഈ അജ്ഞാതയാത്ര എങ്ങോട്ടാണ് സഖാവ് പോയിരിക്കുന്നതെന്ന് പോലും ആർക്കും അറിയില്ല. ദുബായ് പോകുമെന്ന് പറയുന്നു, ഇന്തോനേഷ്യ പോകുമെന്ന് പറയുന്നു, മലേഷ്യ പോകുമെന്ന് പറയുന്നു, സിംഗപ്പൂർ പോകുമെന്ന് പറയുന്നു. അതിനിടയ്ക്ക് പിണറായി സഖാവിൻ്റെ മരുമോനും മകളും കൂടെ വേറെ എങ്ങോട്ടൊക്കെ പോകുമെന്ന് പറയുന്നു. ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് താറുമാറായി കിടങ്ങുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഗണേഷ് കുമാർ മന്ത്രി വേറെ എവിടെ ടൂർ അടിക്കാനായിട്ട് പോയിരിക്കുന്നു. അങ്ങനത്തെ സാഹചര്യങ്ങളാണ് മുഴുവനായിട്ട് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് നമ്മുടെ AK ബാലൻ സഖാവ് പിന്നീട് പറയുന്നത്? പിണറായി വിജയ എന്ന് വിളിച്ചാൽ വിളി കേൾക്കാൻ പറ്റുന്ന സ്ഥലമാണത്. ഇത്രയും വ്യക്തത വരുത്തിയിട്ടും വീണ്ടും വീണ്ടും സംശയങ്ങൾ ഉണ്ടാകുന്നത് എന്തോ ഒരു തകരാറായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് AK ബാലൻ സഖാവ് പറയുന്നത്. വളരെ കറക്റ്റായിട്ടൊരു പ്രസ്താവനയാണ്. ഇവിടെ എത്ര മന്ത്രിമാർ വിദേശയാത്ര നടത്തുന്നു, അവരോടൊന്നും ചോദിക്കാത്ത, അവരോടൊന്നുമില്ലാത്തൊരു പ്രത്യേകതരം വാത്സല്യം എന്തുകൊണ്ടാണ് നിങ്ങൾ പിണറായി വിജയൻ സഖാവിനോട് കാണിക്കുന്നത് എന്നും AK ബാലൻ സഖാവ് പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ കൃത്യമായിട്ട് AK ബാലൻ സഖാവിന് പറഞ്ഞു തരാം. അതായത് നമ്മുടെ പിണറായി വിജയൻ സഖാവ് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം 19 യാത്രകളാണ് മൊത്തത്തിൽ അടിച്ചു പൊളിക്കാനായിട്ട് നടത്തിയിട്ടുള്ളത്. ഈ 19 യാത്രകളിൽ നമ്മുടെ കേരളത്തിന് യാതൊരുവിധ ഗുണവും ഉണ്ടായില്ല. ആദ്യത്തെ പ്രളയം വന്നപ്പോൾ ഡച്ച് മോഡൽ പഠിക്കാനെന്ന് പറഞ്ഞ് നെതർലാൻഡ്സിനോട്ട് കുറ്റിയും പറിച്ചുകൊണ്ട് പോയി. നെതർലാൻഡ്സിൽ ചെന്നിരുന്നിട്ട് വീണ്ടും ഇവിടെ മിനി പ്രളയം വന്നു. അത് കഴിഞ്ഞ് വീണ്ടും പ്രളയം വന്നു. എന്നിട്ട് പോലും ഇവിടെ ഡച്ച് മോഡൽ നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. ഡച്ച് മോഡൽ ഒച്ചഴയുന്നത് പോലെയാണ് പോകുന്നത് എന്ന് നാട്ടുകാർ മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം തമ്പാനൂര് മുങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതൊന്നാമത്തെ കാര്യം. ഇനി എത്ര രൂപയാണ് നമ്മുടെ പിണറായി വിജയൻ സഖാവ് ഇതിനു വേണ്ടി എല്ലാം മൊത്തത്തിൽ ചെലവഴിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 2 ചികിത്സാ യാത്രയ്ക്കും 3 ഔദ്യോഗിക യാത്രയ്ക്കുമായി 32,58,185 രൂപ ചെലവിട്ടതായാണ് നിയമസഭയിൽ സജീവ് ജോസഫിൻ്റെ ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുന്നത്. എന്നാൽ ബാക്കി 14 യാത്രകളുടെ ചെലവ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നുള്ളത് വേറൊരു കാര്യം. 2018 ജൂലൈ 9 മുതൽ 17 വരെ അമേരിക്കയിലായിരുന്നു സ്വകാര്യ സന്ദർശനം. ജൂലൈ 4 മുതൽ 8 വരെ ഫൊക്കാന സമ്മേളനത്തിന് പോയി മുഖ്യമന്ത്രി ഒരാഴ്ച കൂടി സ്വകാര്യ ആവശ്യത്തിന് അവിടെ ചെലവിട്ടു. ഈ കാലയളവാണ് സ്വകാര്യ യാത്രയായിട്ട് കണക്കാക്കിയിരിക്കുന്നത് എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി മുഖ്യമന്ത്രിയുടെ യാത്രയെക്കുറിച്ച് പിന്നീട് പറയുകയാണെങ്കിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചതല്ലാതെ കേരളത്തിന് യാത്ര കൊണ്ട് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. US, UK, UAE
ജർമ്മനി, ക്യൂബ, സ്വിറ്റ്സർലാൻഡ്, ജപ്പാൻ, നെതർലാൻഡ് തുടങ്ങിയ രാജ്യത്തായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വിദേശ യാത്രകൾ എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് എടുത്തു പറയേണ്ട പോയിന്റ് എന്ന് പറയുന്നത്, ഒരു മുഖ്യമന്ത്രി സംസ്ഥാനം വിടുമ്പോൾ ഗവർണറോട് പറഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഇത് രാവിലെ പെട്ടിയും കിടക്ക എടുത്ത് ഒരു ഒറ്റ പോക്കാണ്. എങ്ങോട്ടാണ് പോണത്, എവിടെയാണ് പോണത്, മോനെ എൻ്റെ വീട് എവിടെയാണ്, നാടെവിടെയാണ് എന്ന് ആരൊക്കെ ചോദിച്ചിട്ടും മുഖ്യമന്ത്രി അത് പറയാനായിട്ട് തയ്യാറായിട്ടില്ല. രാവിലെ 6 മണിയായപ്പം നമ്മുടെ ജലീലിക്ക് ഉണ്ടല്ലോ, EDയുടെ ഓഫീസിലോട്ട് തലയിൽ മുണ്ടിട്ട് ഓടി കയറിയതുപോലെ നമ്മുടെ പിണറായി വിജയൻ എയർപോർട്ടിനകത്തോട്ട് ഓടി കയറുന്നത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. കാരണം ഒരൊറ്റ മുങ്ങലായിരുന്നു. ഗവർണറോട് പറഞ്ഞില്ല. കാരണം ഗവർണറോട് പറയേണ്ട നിയമപരമായിട്ടുള്ള ബാധ്യത നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മളവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതായത് ഗവർണറെ അറിയിക്കണമെന്നുള്ളത് നിയമമാണ്. തനിക്ക് പകരം ആർക്കാണ് ചുമതലയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞാൽ മന്ത്രിസഭയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാവാരാണ്? അത് നമ്മുടെ കെ രാധാകൃഷ്ണൻ അവർകളാണ്. കെ രാധാകൃഷ്ണൻ അവർകളെ മുഖ്യമന്ത്രി സ്ഥാനം ഏൽപ്പിച്ചിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് പോകാമായിരുന്നല്ലോ. അതെന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ചെയ്യാത്തത്? സംതിങ് ഫിഷി എന്ന് CPM തന്നെ പറയുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ 3 ദിവസം സ്ഥലത്തില്ലെങ്കിൽ പോലും ഗവർണറെ രേഖാമൂലം അറിയിച്ചിരിക്കണം എന്നുള്ളൊരു നിയമമുണ്ട്. എന്നാൽ പിണറായി വിജയൻ ഇത്തരത്തിലുള്ള യാതൊരു നിയമവും ബാധകമല്ല എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കോവിഡ് സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ്. നമ്മളെല്ലാവരും ക്വാറന്റൈനിൽ ഇരിക്കുമ്പോൾ കോവിഡ് രോഗികൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് കോവിഡ് ബാധിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാര്യയും കൊച്ചുമോനും മുഖ്യമന്ത്രിയുടെ മോളും എല്ലാം കൂടെ ചേർന്ന് ഒരു വണ്ടിയിൽ ഇങ്ങനെ വരെയാണ്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ക്വാറന്റൈനും സോഷ്യൽ ഡിസ്റ്റൻസ് ഒന്നും ബാധകമല്ലേ എന്നുള്ളൊരു കാര്യം അന്നേ ചോദിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല പല കാര്യങ്ങളുണ്ട്, പറഞ്ഞാലും നാക്ക് കടന്ന് കിഴക്കേ ഉള്ളൂ, അതുകൊണ്ടാണ് പറയാത്തത് എന്നുള്ളത് വേറൊരു കാര്യം. മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ വിദേശ യാത്ര എങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്ന് CPM പോലും നിലവിൽ ചോദിക്കുന്നില്ല. പക്ഷെ അവർക്ക് ഭയങ്കരമായിട്ടുള്ള അമർഷമുണ്ട്. കാരണം നാഴികയ്ക്ക് 40 വട്ടം നരേന്ദ്രമോദി ടൂർ അടിക്കുന്നു എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ ബഹളം വയ്ക്കുമ്പോൾ നരേന്ദ്രമോദി പോയ ടൂറിനെല്ലാം കൃത്യമായിട്ടുള്ള കണക്കുകളും അതിൽ നിന്നുള്ള വരവെത്ര ചെലവെത്ര, അവിടെ പോയി എന്താണ് നേടിയത്, മോദി ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ എവിടെയായിരുന്നു, നരേന്ദ്രമോദി അവിടെ എന്തൊക്കെയാണ് ചെയ്തത്, കൂടെ ആരെയൊക്കെ കൊണ്ടുപോയി, കഴിച്ച ബിസ്ക്കറ്റിൻ്റെ വരെ കണക്ക് എവിടെ നിന്നാണ് നരേന്ദ്രമോദി എടുത്തത്, ആ ബിസ്ക്കറ്റിൻ്റെ കണക്കുണ്ടല്ലോ അത് നമ്മൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. എത്ര നിക്ഷേപമാണ് ജപ്പാനിൽ നിന്ന് വന്നത്, അമേരിക്കയിൽ നിന്ന് വന്നത്, സ്വിറ്റ്സർലാൻഡിൽ നിന്ന് വന്നത് എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള കണക്ക് മോദിയുടെ കയ്യിലുണ്ട്. മോദി യാത്ര പോയി കഴിഞ്ഞാലും, മോദി ഇപ്പോൾ രാവിലെ യാത്ര പോയി കഴിഞ്ഞാലും മോദി വൈകിട്ട് നിന്ന് തിരിച്ചു വരും. എന്നിട്ട് വേണമെങ്കിൽ മോദി വന്ന് 2 റാലിയിൽ പങ്കെടുക്കും. അത് കഴിഞ്ഞ് മോദി രാത്രി 12 മണിയാകുമ്പോൾ നേരെ പാർലമെന്റ് അവിടെ പണിയുന്നത് നോക്കാനായിട്ട് തൊഴിലാളികളുടെ കൂടെ ചെന്ന് നിൽക്കും. എന്നിട്ട് അവിടെ നിന്ന് വന്ന് കിടന്ന് ഉറങ്ങിയിട്ടാണ് വീണ്ടും കുളിച്ചൊരുങ്ങി അടുത്ത പരിപാടിക്ക് നരേന്ദ്രമോദി പോകുന്നത്. ഇവിടെ നമ്മുടെ AK ബാലൻ സഖാവ് പറഞ്ഞിരിക്കുന്നത് 30 ദിവസം 4 മണിക്കൂർ നിർത്താതെയാണ് നമ്മുടെ മുഖ്യമന്ത്രി പ്രസംഗിച്ചിരിക്കുന്നത്. അങ്ങനെ മുഖ്യമന്ത്രി പ്രസംഗിച്ച മുഖ്യമന്ത്രിക്ക് ഒരു വിശ്രമം ആവശ്യമില്ലേടേ? ഒരു വിശ്രമം ആവശ്യമില്ല. നീ പറ, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ, ഇപ്പം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കറക്റ്റ് ഉണ്ടെങ്കിൽ നീ പറ എന്നാണ് നമ്മുടെ ബാലസഖാവ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ തളർന്ന് ക്ഷീണിച്ച ഒരു മനുഷ്യൻ കുറച്ച് ദിവസം, 16 ദിവസം ദുബായ് വഴി ഇന്തോനേഷ്യയിൽ പോയി അർമാദിക്കുന്നതിന് ഇവിടെ ആർക്കാണ് എതിർപ്പ് എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വിദേശയാത്രയെ നമ്മുടെ AK ബാലൻ സഖാവ് ന്യായീകരിച്ചിരിക്കുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഒരു മിത്രത്തെ കൊടുക്കരുതേ എന്നുള്ളതാണ് ആദ്യം അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. കാരണം മുഖ്യമന്ത്രിക്ക് ഇരുപ്പതാണ് AK ബാലൻ്റെയും EP ജയരാജൻ്റെയും പ്രസ്താവനകൾ. പിന്നെ ആരുടെ സ്പോൺസർഷിപ്പിലാണ് മുഖ്യമന്ത്രി പോയത്? അതൊരു വലിയൊരു ചോദ്യമല്ലേ. ഒരു അജ്ഞാതനാണ് നമ്മുടെ മുഖ്യമന്ത്രിയെ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ആരാണ് അജ്ഞാതൻ? ആ അജ്ഞാതൻ ആരാണെന്ന് നിങ്ങൾ പോയി കണ്ടുപിടിയടാ എന്നാണ് നമ്മുടെ EP ജയരാജൻ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഫാസിസം. അതായത് ഇതെങ്ങനെയാണ് പോയിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് പറയാൻ സൗകര്യമില്ല, നീ പോയി അങ്ങ് കണ്ടുപിടി എന്ന് പറയുന്നതാണ് ഫാസിസം. അതാണ് റിയൽ ഫാസിസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ യാത്രയെല്ലാം സൗഖ്യമായിരിക്കട്ടെ. മുഖ്യമന്ത്രി ഇന്തോനേഷ്യയിലും പോകുന്നിടത്തൊക്കെ ഭൂകമ്പവും ഭൂചലനവും സുനാമിയും ഒന്നും ഉണ്ടാക്കാതെ സേഫായിട്ട് തിരിച്ചെത്തട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, എന്തിനാണ് വൈകി ഇങ്ങനെ ഭരണത്തിൽ ഇരിക്കുന്നത്? വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ട് ഈ മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞ് മുഖ്യമന്ത്രിക്ക് AKG സെൻറ്ററിലോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി കെട്ടിയിട്ടിരിക്കുന്ന മണിമാണികളിലോ പോയി വിശ്രമിച്ചൂടെ എന്നുള്ളൊരു ചോദ്യം പല ആൾക്കാരും ഉന്നയിക്കുന്നുണ്ട്. കാരണം നവകേരള ബസ്സിൽ പോലും കയറാൻ വയ്യാതെ ലിഫ്റ്റ് വെച്ച് പൊങ്ങി കയറേണ്ട അവസ്ഥയാണ് മുഖ്യമന്ത്രിക്ക്. ഒരു 10 അടി നടക്കാൻ വയ്യ. 10 അടി നടക്കാൻ വയ്യാത്തതുകൊണ്ട് സ്കൂളിൻ്റെ മതിലൊക്കെ പൊളിച്ചു മാറ്റി ബസ് നവകേരള വേദിയുടെ ഫ്രണ്ടിൽ കൊണ്ടിട്ട് ഒരു മുഖ്യമന്ത്രിയാണ് ഇവിടെ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കണം. അത് ഇനി അധികാരം തലയ്ക്ക് പിടിച്ചത് കൊണ്ട് ഇരുന്നിടത്ത്, അതായത് സിംഹാസനത്തിൽ നിന്ന് എഴുതിക്കാൻ വയ്യാത്തത് കൊണ്ട് മുഖ്യമന്ത്രി നമ്മളെ ചട്ടമ്പിനാടിൽ ജനാർദ്ദനെ എടുത്തുകൊണ്ട് പോകുന്നത് പോലെ 4 പേരും കൂടെ ചെന്ന് ആ കസേര വെച്ച് എടുത്തുകൊണ്ട് പോകുന്ന ഒരു സീനാണെന്ന് നമുക്ക് ആർക്കും അറിയാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.